കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പെരുമ്പാവൂരുള്ള ആത്മീയ കൂട്ടായ്മയിൽ ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ അല്പസമയം കൃപ നൽകി. അതിനുശേഷമായി നമ്മുടെ ആത്മീയ കൂട്ടായ്മയുടെ ഏറ്റവും മുഖ്യ ഭാഗമായ ദൈവവചന പ്രഘോഷണത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ദൈവവചനം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കർത്താവ് വന്നപ്പോൾ കർത്താവ് മറിയെ ശ്ലാഘിച്ചു പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ട്. എത്ര പേർക്കറിയാം? എന്താ പറഞ്ഞത് കർത്താവ്? മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എന്തുവായി നല്ല അംശം? അതൊന്നും ആരും അങ്ങനെ ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. എന്തുവായി നല്ല അംശം? ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം കേട്ട് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നതിനെ കർത്താവ് ശ്ലാഘിച്ച് പറയുക, മറിയ നല്ല അംശം തന്നെ. അപ്പം ഇന്നത്തെ മനുഷ്യരൊക്കെ എന്തുവായി ചെയ്തുകൊണ്ടിരിക്കും? അവരുടെ ജഡത്തിന് ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ ജീവിച്ച് അവർ നശിച്ച് നിത്യമായ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു വലിയ സമൂഹം. അതിൻ്റെ ഇടയിൽ നിന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് കർത്താവിനെ പിൻപറ്റി നല്ല അംശമായ ദൈവവചനത്തിൻ്റെ കേൾവി അത് നിത്യതയിലേക്ക് നടത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ വില കുറഞ്ഞ് നമ്മൾ കാണരുത്. ദൈവവചനം കേട്ടനുസരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും അഭികാമ്യം. അതാണ് ഉത്തമം. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണില്ല. അതിൻ്റെ എന്താ കാര്യം? അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു. ഈ പാറമേലായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിന് ലളിതമായൊരു വ്യാഖ്യാനം കൊടുക്കുക? കർത്താവ് പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്തുകൊണ്ടിരുന്നു എന്ന് മാത്രമുള്ളൂ അതിൻ്റെ അർത്ഥം. വ്യാഖ്യാനം പലരും പലതുമൊക്കെ കൊടുക്കും. കർത്താവ് പറഞ്ഞതനുസരിച്ച് അവൻ ജീവിച്ചുകൊണ്ടിരുന്നു. സ്വത്രം. കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചൊരു ജീവിതം ആ മനുഷ്യൻ നയിച്ചത് കൊണ്ട് കർത്താവ് പറഞ്ഞു അവൻ്റെ ജീവിതം കെട്ടുറപ്പുള്ളതായി. പാറമേൽ, റോക്ക്. നമ്മൾ കാണുന്ന ഈ ഭൂമി കാണുന്നതിൽ ഏറ്റവും നല്ലൊരു ബലമുള്ളൊരതാണ് പാറ. ഈ മെട്രോ പില്ലറൊക്കെ പാറയിൽ നിന്നാണ് പണിത് വന്നിരിക്കുന്നതെന്നാണ് അതിൻ്റെ ബിൽഡേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് കേൾക്കാൻ ചോദിച്ചും പഠിക്കുകയും ചെയ്തു. മെട്രോ പോകുന്ന പില്ലറുകൾ പാറയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാറയും ഏകദേശം 1 മീറ്റർ 1.5 മീറ്റർ കുടിച്ചിട്ട് അവിടെ നിന്ന് കമ്പി ഇട്ടിട്ടാണ് പിന്നെ ഈ മിശ്രിതമായ എല്ലാം കൂടി ഇട്ട് വാർത്ത് പൊക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആ പാറയിലായതുകൊണ്ട് എന്ത് ചെയ്യില്ല, പിന്നെ അങ്ങോട്ട് താഴത്തില്ല. അതേസമയത്ത് മണ്ണിലാണെങ്കിൽ വെയിറ്റ് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? താണുപോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതായത് പത്രോസ് വിശ്വസിച്ച ആ കർത്താവിനെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് എല്ലാവരും ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഓരോരുത്തർ ഏരിയാവുന്നു. അങ്ങനെ നിങ്ങൾ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഈ പാറമേൽ. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, നീ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം പാറ പോലെ ഉറപ്പുള്ളതാണ്, ദൃഢമാണത്. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ വാത്സല്യ ദൈവമക്കളെ, നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും. അവിടെ തന്നെ ഉണ്ടല്ലോ, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അതിന്മേൽ അലച്ചു, അത് വീണില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഉറപ്പുള്ള ഒരു വ്യക്തിയായി പാറയെ പോലെ. നമ്മളത് മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇങ്ങനെ ആടിപ്പോകുന്നതിൻ്റെ കാരണം
കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ചില സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഉറപ്പോടെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തിക്ക് രോഗമില്ലെന്നില്ല, പ്രശ്നമില്ലെന്നില്ല, പോരാട്ടമില്ലെന്നില്ല. അതൊക്കെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അവിടെ എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കാനുള്ള കൃപ. കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കാത്ത വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ അവിടുത്തെ ഭാഗം ഇത് തന്നെയാണ്. ഏതാണത് എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങൾ കേട്ട് ചെയ്യാത്തവൻ മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. അവിടെ വൻമഴയില്ല, നദിയുമില്ല, കാറ്റുമില്ല. മനുഷ്യ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും പോരാട്ടങ്ങളെയും കർത്താവ് ഒരു അലങ്കാര പ്രയോഗത്തിൽ അവിടെ ഉപയോഗിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവവചനം അനുസരിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കാത്ത വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? മണലിന്മേൽ പണിതതുപോലെ. മണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ബിൽഡിങ് പണിയുമ്പോൾ പണ്ട് പണിതതുപോലെയൊന്നും അല്ല ഇന്ന് പണിയുന്നത്. നല്ല ഒന്നാന്തരം ബെൽറ്റൊക്കെ ഇട്ട് അടിയിലേക്ക് നല്ല കോൺക്രീറ്റ് വാർത്ത് ഒരു കാരണവശാലും എന്തെല്ലാം പ്രതികൂലം വന്നാലും ഇളകിപ്പോകാത്ത നിലയിലാണ് അത് ചെയ്യുന്നത്. അല്ലല്ലേ? പണ്ടൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ എന്തെല്ലാം പ്രശ്നം വന്നാലും കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഹല്ലേലൂയ, ഇളകിപ്പോകാൻ അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ക്ഷീണത്തിലേക്ക് പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കില്ല. ഈ മറിയയുടെ ജീവിതം തന്നെ എടുത്ത് പഠിച്ചാൽ അത് കേട്ടുകൊണ്ടിരുന്നു എന്ന് മാത്രമേ അവിടെ കാണാൻ കഴിയുന്നുള്ളൂ. മറിയ എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് നമുക്ക് കേൾക്കാനുള്ള മനോഭാവം ഉണ്ടോ? ഇല്ല. നമ്മളിത് പറയുമ്പോൾ ഇത് കേക്ക് ഈ വഴി കേട്ട് ഈ വഴി ഞാൻ കളയുക. വിത്ത് വിധമയുടെ ഉപമയെ പറയുന്നത് വചനം കേട്ട്, പറഞ്ഞാട്ടെ, വചനം കേട്ട് ഗ്രഹിക്കണം. അത് ഗ്രഹിച്ചില്ലെങ്കിൽ എന്താ പറ്റും? വഴിയരികെ വീണ വിത്ത് പോലെ. വഴിയരികെ ഒരു വിത്ത് വീണാൽ എന്തോ ചെയ്യുക? പക്ഷി വന്ന് നോക്കുമ്പോൾ വിത്തുകൾ കുത്തിപ്പറക്കി എടുത്തിട്ട് പോവുക. അത് കേട്ട് ഗ്രഹിച്ചാൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കപ്പെടുകയാണ്. ആ വചനമനുസരിച്ച് ജീവിക്കുകയാണ്. ആ മനുഷ്യന് പ്രത്യാശയുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും കുലുങ്ങിപ്പോകുകയില്ല. ഇപ്പം ഈ യുദ്ധം തന്നെ വന്നു. എൻ്റെ പൊന്നെ, ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ച്. ചിലരൊക്കെ അതിനെക്കുറിച്ച് കേട്ടിട്ട് എന്നോട് പറയുക, പക്ഷേ യുദ്ധമാണല്ലോ ഇപ്പം എന്താ ചെയ്യാൻ? നമ്മൾ എന്തോ ചെയ്യാനാ? നിങ്ങൾ സാധാരണ ജീവിക്കുന്നില്ല, ജീവിക്കുന്ന പോരാ. കർത്താവിൻ്റെ വചനമനുസരിച്ച് സന്തോഷത്തോടെ പ്രത്യാശയോടെ മുമ്പോട്ട് പോകും. യുദ്ധമല്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച 94കാരനായ ദൈവദാസൻ പറയുന്നൊരു പദമുണ്ട്, ആകാശം കീഴ്മേൽ മറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് എന്തില്ല? ഒരു ചുക്കും വരാനില്ല. കാരണം എന്താ? നമ്മുടെ ജീവിതം പാറമേൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുക. ദൈവമക്കളെ, ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എപ്പോഴും ഉണ്ടാകണം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എൻ്റെ ജീവിതം കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ കുലുങ്ങിപ്പോകാൻ യാതൊരു കാരണവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രാരംഭ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും ഒരു യുദ്ധത്തെ ഫേസ് ചെയ്തുകൊണ്ട്, ഒരു വലിയ യുദ്ധം. പാകിസ്ഥാനികളെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല. ലോകം മുഴുവൻ പോകുന്നൊരു സന്ദേശമായതുകൊണ്ട്. സ്തോത്രം. അതായത് പറയുന്ന വാക്കിന് യാതൊരു വിലയില്ലാത്തവരാണെന്ന് അതിന്. സാത്താനെ കുറിച്ച് കർത്താവ് പറഞ്ഞ പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അവൻ ഭോഷ്ക് പറയുന്നവന് അവന്റെ പപ്പയുമാണ്. അപ്പൊ ഭോഷ്ക് പറയാന്നുള്ളത് ആരുടെ പണിയാ? സാത്താന്റെ പണിയാ. അവനും അവന്റെ അപ്പനും. അപ്പൊ ആര് ഭോഷ്ക് പറഞ്ഞാലും ഇവിടെ ജാതി മത വർണ്ണ രാഷ്ട്രീയം ഒന്നും ഇവിടെ ഇല്ല. ആര് ഭോഷ്ക് പറഞ്ഞാലും അവരാരാ? സാത്താന്റെ സന്തതികളാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഭോഷ്ക് പറയരുത്. കർത്താവ് പറഞ്ഞത് അതിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയും, നമ്മുടെ രാഷ്ട്രത്തിൽ നീതിയോടൊരു ഇടപെടൽ ഉണ്ടാകുവാൻ. നമ്മുടെ രാഷ്ട്രത്തിലെ 10-28 പേരെ നിഷ്ഠൂരം കൊന്നൊടുക്കിയ ആ ഭീകരന്മാരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങി അവർക്ക് കൊടുക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവനീതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോഴും ആ യുദ്ധം വിവിധ നിലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെ നടന്നാലും
വിജയം നമ്മുടെ പക്ഷത്തായിരിക്കും. കാരണം അനീതി നമ്മുടെ രാജ്യത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ആ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു അനീതി നമ്മുടെ ആൾക്കാരിൽ കാണുന്നില്ല. കാരണം ആദ്യം അവരാണ് നമ്മളെ ആക്രമിച്ചത്. അതുകൊണ്ടാണ് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാനിടയായി തീർന്നത്. ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് മടങ്ങി വരികയാണ്. നമുക്ക് എല്ലാവർക്കും യോഹന്നാന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ ശിഷ്യന്മാരോട് അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തന്നിന്മേൽ എത്രയും വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ തന്നെ മനുഷ്യരുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് വെളിച്ചം മതി. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കൂടി. കർത്താവേ, ഈ വായിച്ച വേദഭാഗത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ഈ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവ് നേരിട്ട് പറഞ്ഞ ഈ വചനത്തിൽ അതിൻ്റെ മാർമിക സത്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ രൂപാന്തരമായി മാറുവാൻ, വലിയ വ്യത്യാസം വരുത്തുവാൻ, ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം എന്നുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ. അതിനായി സാധുവിനെ ബലപ്പെടുത്തണം, ഞങ്ങളുടെ ആത്മാവിനാൽ ശക്തീകരിക്കണം. എൻ്റെ വചനത്തിന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയും എഴുതിയിരിക്കുന്ന പോലെ ഒരുവൻ വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്ന നിൽക്കാൻ കൃപ നൽകിയാട്ട്. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും നേരിട്ട് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും നന്മയും വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. മറിയെ പോലെ വചനം കേട്ട് നല്ല അംശമായി തെരഞ്ഞെടുത്ത് അനുഗ്രഹീതമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് കൃപ നൽകണം. പ്രാർത്ഥന കേട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. സർവമഹത്വവും പിതാവേ, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കണ്ണോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിന്റെ കേൾവിക്കായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ദൈവവചനത്തിലൂടെ പറയാനുള്ളത്, ദൈവവചനം കേട്ട് അനുസരിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി. ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരുന്നത് സ്തോത്രം ദൈവവചനം കേട്ട് അനുസരിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുമ്പോൾ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വലിയോ പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ
ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ കർത്താവ് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കർത്താവ് പറഞ്ഞ ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളെ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവകൽപ്പന അഴിച്ചു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരുവചന സത്യങ്ങളെ കൂട്ടിക്കളയുക, കൂട്ടിച്ചേർക്കുക, മറിച്ചു കളയുക. രണ്ടാമത് പറയുന്നത് അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെ തന്നെ പഠിപ്പിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തെ 16 ഒരാളും മത്തായി 12-14 ഒരാളും. പെട്ടെന്ന് വായിക്കും. സമയം നഷ്ടപ്പെടുത്തരുത്, പെട്ടെന്ന് വായിച്ചോണം. മത്തായി 22-16. അയച്ചു. ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും നീ മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആരെയും ഗണ്യമാക്കാത്തവനുമാകുന്നു. ഈ വചനം വായിക്കുമ്പോൾ അത് ശങ്കയില്ലാത്തനോ ഓരോ വാക്യങ്ങളും ഓരോ സെന്റൻസുകളും നിർത്തി അത് കേൾക്കുന്ന നിലയിൽ വായിക്കുന്നു. ഈ വായിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും, പാർട്ടി അത് ആരാ വചനം വായിച്ചത് എന്ന് ചോദിച്ച് എന്നെ കളിയാക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ദൈവവചനം വായിക്കണം. സ്തോത്രം. ഒന്നുകൂടി വായിച്ചേ. 16. അയച്ചു. ഗുരു അവിടെ നിൽക്കട്ടെ. ഗുരു നീ സത്യവാൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് ആര് പറയുന്നതാ? ആദ്യമാരും പരീക്ഷന്മാരും എല്ലാവരും പറയുന്ന വാദം ഗുരു നീ സത്യവാനാണ്. അടുത്ത ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ. അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ അങ്ങനെയാണോ? പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അധികാരികൾ ആകുവിൻ. അപ്പൊ കർത്താവിന്റെ അധികാരികളായിട്ടുള്ള ഇന്നത്തെ ശിഷ്യന്മാര് ഈ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും എന്ന് വേണ്ട വലിയൊരു നിര ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരാണോ അവര്? അല്ല. അവർ തെറ്റായി പഠിപ്പിക്കുന്നവരാ പലരും. പെന്തക്കോസ്തുകാരെന്നുള്ള പേര് അവർക്കുണ്ടെങ്കിലും പഠിപ്പിക്കൽ പല നിലയിൽ കിടക്കുക. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും അടുത്ത മനുഷ്യരുടെ നമ്മളിപ്പോ മനുഷ്യരുടെ മുഖം നോക്കിയ ചെയ്യും. ഒരു സെൻട്രൽ പാസ്റ്റർ ഒരു പ്രസിഡന്റ് വന്ന് ഈ ചർച്ചയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പാസ്റ്ററിന്റെ പകുതി ജീവൻ പോയി. കാരണം എന്താ? സെൻട്രൽ മുമ്പിൽ ഇരിക്കുക, മെയിൻ ആൾ വന്നിരിക്കുക. എന്നെ ചിലപ്പോൾ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ നിലയിൽ ആ സെൻട്രലിനെ പ്രസാദിപ്പിക്കാമോ, അല്ലെങ്കിൽ ആ പ്രസിഡന്റിനെ പ്രസാദിപ്പിക്കാമോ, അല്ലെങ്കിൽ ആ സെക്രട്ടറിയെ പ്രസാദിപ്പിക്കാമോ, ആ ഖജാൻജിയെ പ്രസാദിപ്പിക്കാമോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു. ഗലാത്യർ 1:10 വാക്യത്തിൽ ഞാൻ ഇപ്പോൾ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന്റെ ദാസനായി ഇരിക്കയില്ല. ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ സാത്താന്റെ ദാസൻ എന്ന് പഠിച്ചോണം. ഹല്ലേലൂയ. അപ്പോ മനുഷ്യനെ പ്രസാദിപ്പിക്കാത്തവനും അടുത്ത് മനുഷ്യന്റെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്ത മർക്കോസില്ലാതെ എഴുതിയിരിക്കുന്ന ആരെയും ഗണ്യമാക്കാത്തവൻ. മർക്കോസ് വേണമെങ്കിൽ നിന്നെടുത്ത് വായിക്കാം. മർക്കോസ് 12:14. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വാക്യങ്ങളാണ്. മർക്കോസ് 12:14. ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ. നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയും. മതി. ഈ വാക്യവും ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ ശുശ്രൂഷകന്മാരെയും പാസ്റ്റർമാരെയും സെന്ററും ലോക്കലും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ശാസ്ത്രിമാരും പരീശന്മാരെ പോലെ
ഇന്നത്തെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഭരണം നടത്തുന്ന സകല ലീഡർഷിപ്പിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. അവർ ഈ നിലയിൽ ശുശ്രൂഷിക്കുന്നവരാണോ? അങ്ങനെ ശുശ്രൂഷിച്ചെങ്കിൽ ഇന്നത്തെ ആത്മീയഗോളം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിത്തീർന്നു. ഇന്ന് ആത്മീക ഗോളം ജീർണിച്ച് കിടക്കുന്നതിൻ്റെ, നശിച്ച് നാമാവിശേഷമായി കിടക്കുന്നതിൻ്റെ ഏക കാരണം കർത്താവിൻ്റെ ആ രീതി ശുശ്രൂഷകന്മാർ അവലംബിക്കാത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മർക്കോസ് 12:14 കുറച്ചുകൂടി കട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഹാർഡായിട്ടാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. ചില സുവിശേഷകന്മാർ ചില കാര്യങ്ങൾ 4 പേര് എഴുതുമെങ്കിലും ചിലർ എഴുതുന്നത് വളരെ ശക്തമായിരിക്കും. ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. ആരെയും ഗണ്യമാക്കത്തില്ല. ഒരു വലിയൊരു മനുഷ്യൻ അവിടെ വന്നിരുന്നാലും, ഒരു വലിയ, ഇനി ചില സഭകളിലൊക്കെ ഞാനിത് പറയാനുള്ള കാരണം, ഒരു പോലീസ് എസ് ഐ രക്ഷിക്കപ്പെട്ട് ഒരു സഭയിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ രക്ഷിക്കപ്പെട്ട് വന്നാൽ, ഒരു ഡോക്ടർ രക്ഷിക്കപ്പെട്ട് വന്നാൽ, ആ സഭയിലെ ശുശ്രൂഷ ചെയ്യാൻ പാസ്റ്റർമാർ എന്ത് ചെയ്യും? അവരെ അങ്ങോട്ട് ഏൽപ്പിക്കും. പോലീസുകാരൻ എഴുന്നേറ്റ് കുറേ പോലീസുകാരൻ്റെ ശൈലിയിലുള്ള കുറേ വചനങ്ങൾ, ഡോക്ടർ എഴുന്നേറ്റ് രോഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ കുറേ വചനങ്ങൾ. അത് ഏത് ഫീൽഡിലുള്ളവരെ രക്ഷിക്കപ്പെട്ട് വന്നോ അവരുടേതായ ആ ഫീൽഡിലുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വചനത്തെ വികലമാക്കി പഠിപ്പിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയും. അതുകൊണ്ടുള്ള ദോഷം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കാൻ പറ്റാത്തവരായി പോകുന്നു. ഹല്ലേലൂയ. ആരെയും ഗണ്യമാക്കാത്തവനായി ആ അവസ്ഥയിലേക്ക് അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. മനുഷ്യരുടെ മുഖം നോക്കുക, അവിടെ നോക്കി ഇവിടെ നോക്കുക. വചനം പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ആര് മുമ്പിൽ ഇരുന്നാലും വചനം ഉള്ളതുപോലെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് അത് ശക്തമായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞ് ജനത്തിന് എന്തുണ്ടാകണം? പാപബോധമുണ്ടാകണം. ജനത്തിന് എന്തുണ്ടാകണം? ദൈവത്തിലേക്ക് മടങ്ങി വരണം. വേദപുസ്തകത്തിലെ പുതിയ നിയമസഭയുടെ ഏറ്റവും അവസാനത്തെ സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? ആർക്കും പറയാം, എല്ലാവർക്കും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. അവസാനത്തെ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. അല്ല, എങ്ങനെ അതിൻ്റെ 14 വായിച്ചോ. 14 വായിച്ചോ. 3:14. എഴുതുക. അറിയുന്നു. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്ത ശീതോഷ് രണ്ടും കെട്ട വരുമ്പോ ആത്മീകനാ. ഒരു സെക്കൻഡ്, ആത്മീകനാണോ? ആത്മീകനല്ല. എന്നാൽ ആത്മീകനല്ലേ? ആത്മീകൻ. ഈ കാലഘട്ടത്തിലെ സന്ദേശമാണ് ഈ ലവോദിക്ക നമുക്ക് തരുന്ന പഠനം. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ശീതോഷ്ണവാനാകിയാൽ എന്നെ നിന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളെയും, പല്ല് തേച്ചിട്ട് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ തുപ്പിക്കളയുന്ന പോലെ ദൈവം നിന്നെ തുപ്പിക്കളയുമെന്ന്. ഉമിണ്ണുകളെയും. അടുത്ത ആമേൻ. നീ നിർഭാഗ്യവൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നനെന്ന് അറിയാതിരിക്കുന്നു. ലവോദിക്ക. ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവമക്കൾ അവരായിരിക്കുന്ന ആത്മീയ നിലവാരം അവർ അറിയാതിരിക്കുന്നു. അറിഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിനിധി ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ അറിയാതിരിക്കുക വലിയ അപകടം നിറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരു മനുഷ്യനായിരിക്കുന്ന അവസ്ഥ അവൻ അറിയാതിരിക്കുന്നു. ക്യാൻസർ വന്ന്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്യാൻസർ വന്ന് നമ്മുടെ ഈ ശരീരത്തിൽ എത്രയോ ആയിരക്കണക്കിന് സെല്ലുകൾ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ക്യാൻസർ ചില ഭാഗങ്ങളിൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള 10, 50, 100 സെല്ലുകൾ
ചത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കൊതു വന്നിരുന്ന് കടിച്ചാൽ അറിയില്ല. വൈദ്യശാസ്ത്രം പറയുന്ന കേട്ടോ. നമ്മൾ ക്യാൻസർ ഒന്നും ഇല്ലാത്ത ഒരു ശരീരത്തിലാണെങ്കിൽ ഒരു കൊതു വന്നിരുന്ന് കടിച്ചു കഴിഞ്ഞാൽ അതോടെ അവൻ്റെ ഇടപാട് തീരും. നമ്മൾ അടിച്ചതിനെ കൊല്ലും അത്. കാരണം എന്താ? നമുക്ക് അറിവ് കിട്ടി, നമുക്ക് വേദന എടുക്കുന്നു, നമ്മുടെ ബ്ലഡ് അവൻ ഊറ്റിയെടുക്കുന്നു. ഇനി കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഒരുപക്ഷെ പരത്തുമെന്ന് കഴിഞ്ഞ് നമ്മൾ അടിച്ചങ്ങ് പരത്തിക്കളയും, കൊന്നുകളയും കൊതുക്. അറിയാതെ പോയാൽ എന്താ സംഭവിക്കുന്നത്? ചെറിയ ഉദാഹരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക നിലവാരം എങ്ങനെയാണെന്ന് നാം തന്നെ സ്വയം മനസ്സിലാക്കണം. അതാണ് ബുദ്ധിമാനായ ഒരു ആത്മീകൻ. അയ്യോ, എൻ്റെ ആത്മീകം കുറഞ്ഞുപോയി, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞുപോയി, എൻ്റെ വചനധ്യാനം കുറഞ്ഞുപോയി, എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ കുറഞ്ഞുപോയി, എൻ്റെ ദൈവാശ്രയം കുറഞ്ഞുപോയി, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾക്ക് വ്യത്യാസം വന്നുപോയി. ഇപ്പൊ പിന്നെ മാന്ത് തുടങ്ങിയിരിക്കുക ഫോണിൽ. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരും വഴക്ക് പറയും. മാന്തി 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 അവസാനം ഞാൻ പറയുന്ന ദൂത് ശ്രദ്ധിച്ചു വേണം. മോശയും ഏലിയാവും നിന്റെ മൊബൈലിൽ കൂടി നീ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞു. കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. യെഹൂദക്രിസ്തുവിന്റെ കാലത്താണ് മോശയും ഏലിയാവും വരുന്നത്. ആ മോശയും ഏലിയാവിനെയും അന്നത്തെ യഹൂദ ജാതി കൊന്നുകളയും. കൊന്ന് അവരുടെ ശവങ്ങൾ വീതിയിൽ 2-3 ദിവസം കിടക്കും. ലോകം മുഴുവൻ അത് കാണും. ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട നമുക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ആ ലിസ്റ്റിലില്ല. നമ്മൾ ഒരു വലിയ ദൈവദാസനോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി ഇത് പറഞ്ഞു കേട്ടപ്പോൾ. എൻ്റെ പാർട്ടി അത് ശരിയാണല്ലോ. ഇന്നത്തെ പെന്തക്കോസ്തുകാർ മിക്കവാറും മോശെ ഏലിയാവിനെ കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ഗതികെട്ട അനുഭവം ഉണ്ടാകരുതേ എന്ന് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുന്നു. ജാതികളാണ്, കൈവിടപ്പെട്ടു പോയവര്. ജാതികളാന്ന് പറയണ്ട, കൈവിടപ്പെട്ടു പോയവർ അത് കാണുന്നത്. നമുക്കിവിടെ കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുക. കൈവിടപ്പെട്ടുപോയ എതിർക്രിസ്തുവിന്റെ കിരാതമായ ഭരണത്തിന്റെ കീഴിൽ എരിഞ്ഞമർന്ന് അവർ വേദന അനുഭവിച്ച് ഭക്ഷിക്കാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, അങ്ങനെ കഷ്ടത അനുഭവിച്ച് കിടക്കുന്ന കൂട്ടത്തിൽ മോശയെ ഏലിയാവിനെയും അവരുടെ മൊബൈലിലും അവരുടെ ടിവിയിലും അവർ കാണുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ കൈവിടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ഈ സന്ദേശം നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. നമ്മൾ കൈവിടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലല്ല. കാഹളം ധനിക്കുമ്പോൾ മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേറ്റു പോകുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലായിരിക്കണം. അതല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമ്മളായിരിക്കണം. അതിനുവേണ്ടിയുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരായി നമ്മൾ തീരണമെന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ചുമ്മാ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചുകൊണ്ടൊന്നും ഒരു കഥയില്ല. കുറച്ച് നാൾ പാട്ടും പാടി, കുറച്ച് നാൾ ആരാധിച്ച്, കുറച്ച് നാൾ സന്തോഷിച്ച്, കുറച്ച് നാൾ സിനിമയും നാടകമൊന്നും കാണാതെ, കുറച്ച് നാൾ ലോകത്തേക്ക് ഉപേക്ഷിച്ച് ഇങ്ങനെ അങ്ങ് പോയി 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 നരകത്തിലോട്ട് പോയി വിടാൻ എന്തുകൂടെ അതുകൊണ്ട് ഇത്രയൊക്കെ നാൾ നമ്മൾ സൂക്ഷിച്ചതും പരിപാലിച്ചതൊക്കെ ഒരു വിലയില്ലാണ്ടായി പോയി. അതുകൊണ്ട് യഥാർത്ഥമായൊരു ക്രിസ്ത്യ ജീവിതം നയിച്ച്, നേരത്തെ പറഞ്ഞ പോലെ കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമ്മൾ ഓരോരുത്തരുമായി തീരണമെന്ന് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ആയിത്തീരുവാൻ നിങ്ങൾ പരിശ്രമിക്കുകയും ഉദ്യമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗിരിപ്രഭാഷണത്തിലേക്ക് ഞാൻ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമായിട്ട് നമ്മൾ പഠിച്ചു വരും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ മഹാത്മാഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടുവാൻ തന്നെ പ്രേരിപ്പിച്ച, തന്നെ അതിന് സ്വത്രം പ്രചോദനം നൽകിയ വചനങ്ങൾ ഈ ഗിരിപ്രഭാഷണമാണെന്ന് ഐ ഫൈൻഡ് ഇറ്റ് എന്ന തൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അതിൻ്റെ ആശയങ്ങളും, അതായത് ശത്രുവിനെ സ്നേഹിക്കാനും, പിന്നെ വാളെടുത്ത് നിൽക്കുന്നവരെ തോക്കെടുത്ത് നിൽക്കുന്നതിൻ്റെ മുൻപിൽ ശാന്തമായി നിൽക്കാനും, അവനെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, ഊഷ്മളമായ സ്നേഹം അവരിലൂടെ വെളിപ്പെടുത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചത് ഈ ഗിരിപ്രഭാഷണമാണെന്ന് താൻ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടാണ് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഈ ഗിരിപ്രഭാഷണം ഞാൻ അന്നും ഇന്നും എപ്പോഴും പറയുന്നു, ഒരു മാസം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച്
ഈ ഗിരിപ്രഭാഷണം നമ്മൾ 5, 6, 7 അധ്യായം വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ ആ 7ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ കഴിയും. ആ വ്യക്തി ആരാന്നറിയാമോ? പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനാൽ തീരാൻ കഴിയും. നമുക്ക് വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു സൽഗുണപൂർത്തിയുള്ള ഒരു മനുഷ്യനായി തീരാൻ കഴിയും. ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളായി തീരാൻ കഴിയും. മനുഷ്യന്റെ ലിംഗഭേദം നോക്കി കൊന്നു കൊലവിളി നടത്തുന്ന ദുഷ്ടപിശാച് ഭരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഹിംസ ജന്തുക്കൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിന്റെ പ്രമാണം നമ്മൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു ദൈവ മനുഷ്യനായി തീരാൻ നമുക്ക് കഴിയും. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൈവ മനുഷ്യരെ പോലെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാകുന്നത്. ഇന്നിപ്പോ ദൈവ മനുഷ്യരെ പോയിട്ട് സാത്താന്റെ മനുഷ്യരായി തീർന്നിരിക്കുക മനുഷ്യർ. യോഹന്നാന്റെ സുവിശേഷം 6, 7, 8 ഞാൻ ഓർക്കുന്നില്ല. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിൽക്കുന്ന യഹൂദന്മാരോട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. എന്താണ് അപ്പൊ അങ്ങനെ വന്നു? പിശാചെന്ന പിതാവിന്റെ മക്കളെന്ന് വരാനുള്ള കാരണം എന്താ? മോശയുടെ ന്യായപ്രമാണം പറ, അതിന്റെ അർത്ഥങ്ങളുണ്ട് ഇതിനൊക്കെ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഇത് ബാധിച്ചു നിൽക്കുക, രക്തദാഹികളായിട്ട് നിൽക്കുക പ്രമാണം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 5, 8, 10 അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ മരണത്തിന്റെ പ്രമാണം, കൊല്ലുന്ന പ്രമാണം, പ്രതികാരത്തിന്റെ പ്രമാണം, ഇരുട്ടിന്റെ പ്രമാണം എടുത്തു വായിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. തേജസ് ഇല്ലാത്ത പ്രമാണം, അത് രക്തത്തിന് വേണ്ടി ദാഹിക്കുക, അത് കൊല്ലുന്നതാണ്. അത് കായന്റെ ആത്മാവാണ് ആ പ്രമാണത്തിൽ വ്യാപരിക്കുന്നത്. അങ്ങനെയുള്ള യഹൂദന്മാരോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അവൻ അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും വേണ്ടി വരും. എന്നാൽ കർത്താവ് വന്ന എന്തിനാ? ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകാൻ അത്രേ ഞാൻ വന്നിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെല്ലാവരും 1, 2, 3, 4, 5, 6, 10 പേരുണ്ട്. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് കേട്ടോ, ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ഈ ഗിരിപ്രഭാഷണം വായിക്കണം. ബൈബിൾ ഇല്ലെങ്കിൽ ഇവിടെ നിർത്തുന്നുണ്ട്. എല്ലാവരും വായിക്കണം കേട്ടോ. കേട്ടോ, പറഞ്ഞ കേട്ടോ. നിങ്ങളൊരു 6 മാസം വായിച്ചു നോക്കി, നിങ്ങളല്ലാതായി മാറും. നിങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. നിങ്ങൾ വളരെ ദൈവ ഭയമുള്ളവരായി തീരും. നിങ്ങൾ ആത്മീകരായി തീരും. നിങ്ങൾ ദൈവ സ്നേഹമുള്ളവരായി മാറും. നിങ്ങൾ ദൈവകൃപയുള്ളവരായി മാറും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞത്, ഇപ്പൊ സഭ ഇരുട്ടിക്കിടക്കുക, നമ്മൾ വെളിച്ചമുള്ളവരായി മാറും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഇന്നിപ്പോ കഴിച്ച് കാഞ്ഞിരം പോലെ കിടക്കുക. ഈ പ്രമാണം അനുസരിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ രുചിപ്പിക്കുന്നതായി മാറും. ഒരിക്കൽ 2 സഹോദരന്മാർ തമ്മിൽ എന്തോ വഴക്കുണ്ടായി, കയ്യാങ്കളിയൊക്കെ വന്നു. അപ്പൊ നല്ല ദൈവകൃപയുള്ള ഒരു സഹോദരൻ വന്നിട്ട് 2 പേരുടെയും കയ്യിൽ ഇങ്ങോട്ട് കയറി പിടിച്ചു. അവരിങ്ങനെ അടിക്കാൻ പോവുക. വെച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് 2 പേരുടെ കൈ വിട്ട് ഇനി അടിച്ചോളാൻ പറഞ്ഞു. അവരിന്ന് ചിരിക്കുക. ജാതി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുക. ദൈവകൃപയുള്ള ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ച് ആ പോരാട്ടത്തെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആരെയും അടിക്കണ്ട, കൊല്ലണ്ട, അവർക്ക് സ്നേഹിക്കാനുള്ള മനോഭാവം ഉണ്ടായി. അവർ പുഞ്ചിരിച്ചുകൊണ്ട് തലകുനിച്ചിങ്ങനെ നിൽക്കുക. അതിന്റെ അർത്ഥം എന്താ? അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും സാത്താൻ വന്നപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്ത് വന്നത് പിശാചിന്റെ സ്വഭാവമുള്ള മനുഷ്യനെ ദൈവ സ്വഭാവമുള്ള മനുഷ്യനാക്കി മാറ്റുവാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മോശയുടെ മക്കളല്ല, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാണ്. നിങ്ങൾ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് വാദിച്ച് നിൽക്കുന്നവരാണ്. നിങ്ങൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കുന്നവരാണ്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അങ്ങനെ ആയില്ലേ എന്ന് ലജ്ജയോടെ ഞാൻ ചോദിക്കുക, ലജ്ജയോടെ.
ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃത്വ നിരകൾ കോടതിയും കേസും വഴക്കിനും പോകുന്നവർ സ്വത്രം ഈ കൂട്ടത്തിലുള്ളവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവർ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കണം, ഈ ഗിരിപ്രഭാഷണം നമ്മൾ ധ്യാനിക്കണം, ഈ ഗിരിപ്രഭാഷണത്തിന്റെ അന്തസത്ത നമ്മൾ ഉൾക്കൊള്ളണം, ഇതിന്റെ പ്രബോധനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം. ഹല്ലേലൂയ. ഇനി ഞാൻ വചനത്തിലേക്ക് വരിക, സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ പുരുഷാരത്തെ കണ്ടാതെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. എന്തിനാ ഭാഷയെ അവൻ മലയിലൊക്കെ കയറി? നമ്മൾ ഈ വെച്ചേക്കുന്ന വല്ല മൈക്ക് സിസ്റ്റമൊന്നും അന്നില്ല, കറണ്ടും ഒന്നും അന്നുമില്ല. ഒരാൾ പറഞ്ഞാൽ അത് കേൾക്കണമെങ്കിൽ അതിന് പ്രകൃതിദത്തമായ ചില കാര്യങ്ങളിലേക്ക് വരണം. അതിനാണ് ആ കർത്താവ് അങ്ങനെ വന്നത്. മലമേൽ കയറി. ശിഷ്യന്മാർ അതിന്റെ അടുക്കൽ വന്നു. 12 ശിഷ്യന്മാർ അടുക്കൽ വന്നു. പുരുഷാരം താഴ്വരെ നിൽക്കുക. കേൾക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ശിഷ്യന്മാർ അങ്ങനെ കേട്ടാൽ പോരാ, തൊട്ടടുത്തിരുന്ന് കേൾക്കണം. അതുകൊണ്ട് അടുത്ത് തന്നെ വന്നു എന്ന് എഴുതി. ഡിസൈപ്പിൾസ് അടുത്ത് വന്നു. സ്തോത്രം. അപ്പോൾ അവൻ എന്ത് ചെയ്തു? തിരുവായി മൊഴിഞ്ഞ് അവരെ ഉപദേശിച്ചെന്തെന്നാൽ, പഠിപ്പിച്ചെന്തെന്നാൽ, ടീച്ചിങ് ദം, പഠിപ്പിച്ചു, ഉപദേശിച്ചു. ശിഷ്യന്മാരെ പഠിപ്പിച്ചു, അവരെ ഉപദേശിപ്പിച്ചു. ഇന്നത്തെ പഠിപ്പിക്കലും ഉപദേശമൊന്നും ഇന്നില്ല. ഹല്ലേലൂയ.